പട്ടാമ്പി സീറ്റ് കഴിഞ്ഞ 2 തവണയായിട്ട് ലീഗിന് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 2 വട്ടമായിട്ടും ഇങ്ങനെ ചർച്ച പട്ടാമ്പി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങളെ ജില്ലാ പ്രസിഡന്റ് ആദ്യമായിട്ട് പറഞ്ഞു നിങ്ങളോട് വിജയിക്കുന്നൊരു സീറ്റ് കൂടി ഞങ്ങൾക്ക് വേണമെന്നുള്ളത്. പട്ടാമ്പി ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് ഞങ്ങളെ ഈ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സീറ്റിൻ്റെ എണ്ണം ഞങ്ങൾ വോട്ട് ശതമാനത്തിൻ്റെ കണക്കുമൊക്കെ നമ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഡിമാൻഡ് ചെയ്യുന്നത്. അത് ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി പ്രമേയം പാസ്സാക്കി ജില്ലാ കമ്മിറ്റിക്ക് കൊടുത്തു. ജില്ലാ കമ്മിറ്റി അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തു. സംസ്ഥാന നേതാക്കന്മാരുടെ കയ്യിൽ ഈ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഡിമാൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പട്ടാമ്പി ലീഗിന് കിട്ടും. UDF ചർച്ച ചെയ്ത് ആരാണോ വരുന്നത് വെച്ചാൽ അത് അംഗീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും. അല്ല, അതിപ്പോൾ എന്താണ് നേതാക്കന്മാരുടെ ഇടയിൽ ചർച്ചകളുണ്ടല്ലോ. അവരും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മളും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല തീരുമാനം നേതാക്കന്മാർ എടുക്കട്ടെ എന്നുള്ള അതിലെ അഭിപ്രായം. വേറെ അതിൽ കൂടുതൽ നമുക്ക് പറയാനൊന്നുമില്ല. ഇല്ലല്ല, അവരുമായിട്ട് നമ്മളിങ്ങനെ നമ്മളെ നേതാക്കന്മാരോട് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോൺഗ്രസുമായിട്ട് അങ്ങനത്തെ സംസാരത്തിനൊന്നും മുന്നോട്ട് പോയിട്ടില്ല. അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാര്യങ്ങൾ നമ്മളെ നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി തന്നെയാണ് ലാസ്റ്റ് മൂമെന്റ് ഞങ്ങൾക്ക് UDF സ്ഥാനാർത്ഥിയെ കിട്ടിയത്. അപ്പോഴത്തേനും മറ്റേ ആളെ ഒക്കെ പ്രവർത്തനം വലിയ മുന്നോട്ട് പോയിരുന്നു. ആ ലാസ്റ്റ് ടൈം വന്നുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രവർത്തിക്കാൻ സ്ഥാനാർത്ഥിയെ കിട്ടാൻ വഴിയാണ്. അത് പ്രാവശ്യം ഉണ്ടാവില്ല. എന്തായാലും മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കിട്ടും എന്നാണ്. അത് ആര് വന്നാലും നമ്മൾ ഐക്യ കണ്ടേന UDF വേണ്ടി പ്രവർത്തിക്കും. UDF 100% വിജയം ഉറപ്പ് വെച്ചിട്ടാണ് മത്സര രംഗത്തുള്ളത്. അതെ, എത്രയും പെട്ടെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പൊതുവേ ഉണ്ടാവും. കാരണം UDF ചർച്ചകളൊക്കെ അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. നേതാക്കന്മാർ ചർച്ചകളൊക്കെ അങ്ങനെ തന്നെയാണ് കേൾക്കുന്നത്. സ്ഥാനാർത്ഥി ആദ്യം മുൻകൂട്ടി നമുക്ക് ഉണ്ടാവും പ്രാവശ്യം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ല, അതങ്ങനെ എന്താണ് ഞാൻ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയോട് നിങ്ങൾ മീഡിയക്കാരനെ ചോദിച്ചു എന്താണ് മത്സരരംഗത്തുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തങ്ങൾ പറഞ്ഞാൽ അനുസരിക്കേണ്ടതെന്നാണ്. അത് സംസ്ഥാന സെക്രട്ടറി മുതൽ ശാഖാ തലതല സെക്രട്ടറിയുടെയും അഭിപ്രായം അത് തന്നെയാണ്. തങ്ങൾ പറഞ്ഞാൽ കേൾക്കുക, അതെന്താണോ പറയുന്നത് അതനുസരിക്കുക. അതാണ് ഞങ്ങളെ തീരുമാനം. 100% ഒറ്റക്കെട്ടാണ്. UDF ഒറ്റക്കെട്ടാണ് ഇവിടെ. അതിൽ തർക്കങ്ങളൊന്നുമില്ല. ഈ സീറ്റ് ആർക്ക് എന്നുള്ളത് ചെറിയ അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കേസുള്ളൂ. പക്ഷേ UDF ഒറ്റക്കെട്ടാണ് ഇവിടെ. മത്സരിച്ചാൽ വിജയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇവിടെ കോൺഗ്രസ്സിന് വേണമെന്നുള്ളത് ഇവിടുത്തെ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും ആവശ്യമാണ്. അത് പൊതുവികാരമാണ്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗ് ആവശ്യപ്പെടാം. കാരണം മുന്നണി എന്നുള്ള രീതിയിൽ അവർക്ക് ആവശ്യപ്പെടാം. പക്ഷേ ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടാലും തീരുമാനിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന നേതൃത്വമാണ്. ഞങ്ങളതിൻ്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രവർത്തകരുടെ വികാരങ്ങളും അതേപോലെ തന്നെ ജനങ്ങളുടെ വികാരങ്ങളുമെല്ലാം നേതൃത്വത്തെ കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനല്ല. ഇവിടെ UDF സംവിധാനം കെട്ടുറപ്പോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാക്കന്മാരുള്ളത് കൊണ്ടാണ്. അത് കൃത്യമായി ഇരുന്ന് ചർച്ചകളും അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിക്കൊണ്ട് ആ ഒരു രീതിയിലൂടെയാണ് കൊണ്ടുപോകുന്നത്. പട്ടാമ്പിയിൽ കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഇനിയെങ്കിലും കോൺഗ്രസിന് പട്ടാമ്പിയിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. അല്ല, ഇവിടെ കോൺഗ്രസ് വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് പട്ടാമ്പി. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് ചിന്തയിലുള്ള ഒരു സംഗതിയാണ്. അതിനെ നമുക്കൊരു മാറ്റി ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഉള്ളിൽ മുന്നണിയുടെ നേതാക്കന്മാർ അവരിരുന്ന് സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് അത് എന്തായിരുന്നാലും അത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അല്ലെങ്കിൽ ഞങ്ങൾ കൂട്ടായിട്ട് അതിനെ അംഗീകരിക്കുമെന്നുള്ളതാണ്. അതിപ്പോൾ നേതൃത്വം എന്ത് പറയുന്നുവോ അതനുസരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. പല നേതാക്കളും ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെട്ട് രംഗത്തേക്ക് എത്തിയിരുന്നു. ഏതൊരാൾക്കും സ്ഥാനാർത്ഥി ആവാനുള്ള മോഹം ഉണ്ടാവുമല്ലോ. കാരണം ഒരു പ്രവർത്തകൻ എന്ന ഒരു കാഴ്ചപ്പാട് വരുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് കിട്ടേണ്ട ഒരു അംഗീകാരമാണ് ഒരു മത്സരത്തിൽ
നിൽക്കുക എന്നുള്ളത്. അത് പാർട്ടി തരുമ്പോൾ ആവശ്യപ്പെടാം, നമുക്ക് ആവശ്യപ്പെടാം, ഏതൊരു പ്രവർത്തകനും ആവശ്യപ്പെടാം. അത് ചെയ്യേണ്ടത് നേതൃത്വമാണ്. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിൻ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇനി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും വരിക. മുഹമ്മദ് മുഹസിനെ പരാജയപ്പെടുത്തുക, മണ്ഡലം നേടുക എന്ന് പറയുന്നത് ഒരു ബാലികറ മല തന്നെയല്ലേ കോൺഗ്രസ്? അങ്ങനെയൊന്നുമില്ല. കാരണം മുഹമ്മദ് മുഹസിൻ വരുന്നത് ഏത് സമയത്താണെന്ന് നമുക്കറിയാം. കാരണം CP മുഹമ്മദ് ഇവിടെ തിളങ്ങി നിൽക്കുന്ന സമയത്താണ്. അദ്ദേഹം ഇവിടെ താലൂക്ക് കൊണ്ടുവന്ന് വികസനത്തിൻ്റെ പെരുമ്പറ മുഴക്കിക്കൊണ്ടുള്ള സമയത്താണ് മുഹമ്മദ് മുഹസിൻ വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അതല്ല. കാരണം കപ്പൽ മുങ്ങാൻ പോവുക, കപ്പിത്താനെ കറപ്ഷനായിട്ട് കൊണ്ടിരിക്കുക. ആ കപ്പലിലെ ജോലിക്കാരൻ നന്നായതുകൊണ്ട് കാര്യമില്ലല്ലോ. ആ കപ്പൽ ശരിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കപ്പിത്താൻ വേണം. ആ കപ്പിത്താൻ്റെ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, അവസാനിച്ചിരിക്കുകയാണ്. അത് പട്ടാമ്പി എന്തായാലും മോശനല്ല, ആര് വന്നാലും LDFൻ്റെ ആര് വന്നാലും ഈ തവണ പട്ടാമ്പിയിലെ ജനങ്ങൾ കൃത്യമായിട്ട് UDFനെ പിന്തുണക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. ഞങ്ങൾക്ക് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം കൂടി. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അത് നേതൃത്വം സ്വീകരിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ.